ഫാമിലി ടൈംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് ഒരു ലോക അത്ഭുതത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. നമ്മളിന്ന് പാരീസിൽ വന്നേക്കാണ്. അപ്പോൾ ഇവിടെ ഈസ്റ്ററായിട്ട് പിള്ളേർക്ക് 2 ആഴ്ച മുടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ പാരീസിൽ നമ്മുടെ ഈഫൽ ടവറിൻ്റെ അടുത്താണ്. ശരിക്കും രാത്രിയാണ് ഇത് ഫുള്ള് നല്ല ഭംഗി കാണാൻ. ലൈറ്റൊക്കെ ഇട്ട് എല്ലായിടത്തും നല്ല അലങ്കരിക്കും. ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറാം, ലിഫ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ രാത്രി വന്നിട്ട് കയറാമെന്ന് ഞങ്ങൾ വിചാരിക്കണേ. അപ്പം നല്ല രസമുണ്ടാവും ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഇവിടെ പിന്നെ ഒരു പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ചെറിയ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിറയെ ആൾക്കാരുണ്ട് ഇവിടെ. നല്ല വെയിലും ഉണ്ട്. ഇത് എന്തിനാല് അറ്റം കാണും കൂടിയില്ല. നല്ല വലിപ്പുണ്ട്. ഈ സാധനം പണിതോണിയുണ്ട്, സമ്മതിക്കണം. അങ്ങനെ രണ്ടാമത്തെ ലോകാത്ഭുതം കണ്ടു. ആദ്യം കണ്ടത് താജ്മഹൽ അല്ലേ നമ്മള്? താജ്മഹൽ കണ്ടിട്ട് അന്നക്കുട്ടി ഇല്ല. താജ്മഹൽ ഉണ്ണിക്കുട്ടനാ താജ്മഹൽ കണ്ടിട്ടുള്ളൂ. ഉണ്ണിക്കുട്ടനാ താജ്മഹൽ കണ്ടിട്ടുള്ളൂ. അന്നക്കുട്ടി കണ്ടിട്ടില്ലേ? അന്നക്കുട്ടിയുടെ ആയിരത്തി നമ്മുടെ 3 പേര് രണ്ടാമത്തെ. അമ്മേനെ കൊണ്ടുവരുമ്പോ കാണുന്ന സ്ഥലങ്ങളല്ലേ. ഈഫൽ ടവർ നിർമ്മിച്ചിരിക്കുന്നത് സൈൻ റിവർ എന്ന് പറഞ്ഞ റിവറിന്റെ തീരത്താണ്. ഇത് നിർമ്മിച്ചത് 1887 to 89 വരെയാണ്. ഗുസ്താവ് ഈഫൽ എന്ന് പറഞ്ഞ ഒരു എഞ്ചിനീയറിന്റെ പേരിലാണ് ഇത് ഈഫൽ ടവർ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്മാരകമായിട്ടാണ് ഈഫൽ ടവർ അറിയപ്പെടുന്നത്. 1964 ഇതൊരു സ്മാരക ചരിത്രമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ സാധനം. ഇതുവരെ ഇതിൻ്റെ ഒളിമ്പിക്സിൻ്റെ ഇതുണ്ടാക്കി വെച്ചേക്കാം. ഒളിമ്പിക്സിൻ്റെ ഉണ്ടാക്കി വെച്ചേക്കണ്ട ഇതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കയറി ഫോട്ടോ എടുക്കാനുള്ള അതൊക്കെ ആയിട്ട്. ഇവിടെ തന്നെ നല്ല ക്യൂ ഉണ്ട്. ഇവിടെ എന്താ ആൾക്കാർ നിൽക്കുന്നുണ്ട് ഇവിടെ ക്യൂവിൽ ഇതിന് ഫോട്ടോ എടുക്കാം. അതുപോലെ ഇവിടെ ഒരാൾ ഇതൊക്കെ കൊച്ചിനെ കിട്ടുന്ന സ്ഥലങ്ങളാട്ടോ ഇതൊക്കെ. കൊച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. തവള നമ്മുടെ നാട്ടിൽ ഇപ്പം പാടില്ലല്ലോ, അതൊക്കെ കഴിക്കുന്ന സ്ഥലമാണ്. ഈഫൽ ടവറിൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ ഇതൊക്കെ. ഇവിടെ അതിൻ്റെ ഏരിയ എന്നുണ്ട്. ഇവിടെ ഒച്ചും അതൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ട ഒച്ച് കക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് പറ്റില്ല, പക്ഷേ അതിൻ്റെ കോമൺ ആണെന്നുള്ളൂ ഇവിടെ. Yeah, sure. I will go there and will come back. Yeah. കുറവുണ്ട്. ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റാന്ന് പറഞ്ഞിട്ടത്. ഫുഡ് സ്ട്രീറ്റാണിത്. ഇവിടെ ഒരുപാട് ടൈപ്പുള്ള ഫുഡുകൾ ഇവിടെ കിട്ടും. നേരത്തെ കാണിച്ചില്ലേ നമ്മൾ ഒച്ചും കാര്യങ്ങളൊക്കെ. ഇനി ഇത് അറബിക് ഡിഷുകളാണ് ഇതൊക്കെ. എന്താ കുറവൊക്കെ ഇങ്ങനെ ഇറച്ചിയുടെ തവള ഇറച്ചിയുടെ കാണിക്കുന്നുണ്ട്. ഇവിടെയാണ് തവള ഇറച്ചിയുടെ കാണിക്കുന്നുണ്ട്. ഇത് ഓരോരോ ഫുഡ് സ്ട്രീറ്റാണ് ഇത് ഇവിടുത്തെ. ഇത് മിഠായികൾ സാധനങ്ങളൊക്കെ പഴംപൊരി പോലെ ഇരിക്കുന്നുണ്ട്. ഉള്ളി കയറുന്നില്ല എന്തായാലും. ഇതൊക്കെ ഫുഡിൻ്റെ ഏരിയകളാണ്. ഇവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകത ഉണ്ടാ, എല്ലാവരും പുറത്തിരുന്ന ഭക്ഷണം. ഉള്ളിൽ സ്ഥലം ഉണ്ടെങ്കിൽ കൂടിയും ആൾക്കാർ പുറത്തിരുന്ന കഴിക്കണേ. എന്താ ഇവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് അത് കേട്ടോ. അതും വേണം പറയാൻ. ഉള്ളിൽ നിന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യാൻ
പുറത്തിരുന്ന് കഴിക്കണത് കണ്ടില്ല. എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ ഇപ്പോൾ ഹോട്ടലിൽ തന്നെ പുറത്തേക്ക് ചെയറും ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് പുറത്തേക്ക്. ഇതിന് നല്ല രസമുണ്ട്. ഈ ഹോട്ടൽ കാണാൻ നല്ല രസമുണ്ടല്ലേ? ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല സ്റ്റൈലുണ്ടല്ലേ? സൂപ്പറായിട്ട്. ഇവിടെ വേറൊരു സെറ്റപ്പ് കണ്ടതേ, ഇവിടെ ഈ ഇലക്ട്രിക് സൈക്കിളുകൾ കിട്ടും കണ്ട. ഇവിടെ ക്രോസ് ചെയ്ത് വെക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇപ്പോൾ ഇവർ കാണിക്കണണ്ട. ഒരു സ്ത്രീ വന്നിട്ട് ഇവിടെ അവരുടെ സൈക്കിള് പൂട്ടിവയ്ക്കുന്ന ചാർജ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. വാടകയ്ക്ക് എടുത്ത് കൊണ്ടുപോകുന്നു. അതുപോലെ നേരത്തെ വെക്കാൻ സൈക്കിളുകൾ അത്രയും സ്റ്റൈലായിട്ട് കാണാനുണ്ട്. അടിപൊളിയുണ്ട്. അത് നല്ലൊരു പരിപാടിയായിരുന്നു. കൂടുതൽ കാണിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈഫൽ ടവർ കാണാനായിട്ട് രാത്രി വന്നേക്കാണ്. രാത്രി നല്ല വ്യൂ ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ലൈറ്റ് സൂപ്പറായിട്ട് ലൈറ്റൊക്കെ ഇട്ട് സൂപ്പറാക്കിയിട്ടുണ്ട്. ഈ ടവറിന് 330 മീറ്റർ ഉയരാണുള്ളത്. അതുപോലെ തന്നെ 81 നില കെട്ടിടത്തിൻ്റെ ഉയരാണ് ഏതാണ്ട് ഇതിനുള്ളത്. ഇതൊരു കാലത്ത് 1930 വരെ ഇത് ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത കെട്ടിടമായിട്ട് അറിയപ്പെട്ടിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏറ്റവും മുകളിൽ വരെ കയറാം. അതിന് ലിഫ്റ്റ് സൗകര്യം അതുപോലെ തന്നെ കോണിപ്പടികളുണ്ട്. അങ്ങനെയാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ പാരീസിൻ്റെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.